ഇന്നലെ പ്രൊമോയിൽ പറഞ്ഞതുപോലെ റാങ്കിംഗ് ടാസ്ക് ലൈവിൽ തുടങ്ങിയിരുന്നു. ബിഗ് ബോസ് പറഞ്ഞ റൂൾ അനുസരിച്ച് മോർണിംഗ് ആക്ടിവിറ്റി പോലെ 1 അവർ കൊണ്ട് തീർക്കണമെന്നായിരുന്നു. മറ്റ് ടാസ്കുകളെ പോലെ 1-2 മണിക്കൂർ ഇതിന് ഉണ്ടായിരിക്കുകയില്ല എന്ന് ബിഗ് ബോസ് പറഞ്ഞിരുന്നു. ബിഗ് ബോസ് പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ ടാസ്കിൽ 1-ാം സ്ഥാനം ലഭിച്ചവർക്ക് പണിപ്പുരയിൽ പോകാൻ 20 സെക്കൻഡ്, 2-ാം സ്ഥാനം കിട്ടിയ ആൾക്ക് 15 സെക്കൻഡ്, ബാക്കിയുള്ളവർക്ക് 19 സെക്കൻഡ് ലഭിക്കും. എല്ലാവർക്കും പണിപ്പുരയിൽ പോകാം. ആദിലയും നൂറയും 2 സ്ഥാനങ്ങളായി തിരഞ്ഞെടുക്കണം. 100 പോയിന്റ്സ് ഉണ്ട്. പക്ഷേ 1-ാം സ്ഥാനം കിട്ടിയവർക്കാണ് പണിപ്പുരയിൽ പോകാൻ കഴിയുമെന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല. ടാസ്ക് തുടങ്ങി തീരും വരെയും ഏറ്റവും കൂടുതൽ മനുഷ്യത്വം എല്ലാവരോടും കാണിക്കുന്നത് ഞാനാണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അനീഷ്. എനിക്ക് 1-ാം സ്ഥാനം വേണം എന്നും പറഞ്ഞിരിക്കുന്നു. നെവിന് പണിപ്പുരയിൽ പോകാൻ വിലക്കുണ്ടായത് ബിഗ് ബോസ് പറഞ്ഞു മാറ്റിയിരുന്നു. ഓരോരാളും ഓരോ സ്ഥാനം വേണമെന്ന് പറഞ്ഞ് അവിടെ ഡിസ്കഷനായി. ഇങ്ങനെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് പിന്നീട് തർക്കങ്ങളിലേക്കായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ പ്രശ്നം നടക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ബിഗ് ബോസ് വന്ന് ഏകകണ്ഠമായി തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞു. അതായത് എല്ലാവരും ഒരേ തീരുമാനമായിരിക്കണം സ്ഥാനം തിരഞ്ഞെടുക്കുമ്പോൾ. ഈ ഒരു ടാസ്കിൽ ഏകകണ്ഠമായ തീരുമാനം ഇല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ടാസ്കിൽ തോറ്റിരിക്കുന്നതെന്ന് ബിഗ് ബോസ് പറഞ്ഞ് ഈ ടാസ്ക് പെട്ടെന്ന് നിർത്തിവെച്ചിരിക്കുകയാണ്. മത്സരാർത്ഥികളുടെ തമ്മിലുള്ള ഈഗോ കാരണമാണ് അവർ തോൽക്കാൻ കാരണമായത്. ഇങ്ങനെയൊക്കെ പ്രശ്നം നടക്കുന്നത് കൊണ്ട് തന്നെ പണിപ്പുരയിൽ പോകേണ്ട അവസരം എല്ലാവർക്കും നഷ്ടമായി.